17 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയണത്. അന്നൊരു പവൻ്റെ സ്വർണ്ണത്തിന് ഇത്ര വിലയൊന്നുമില്ല, 5000 രൂപയൊക്കെ ഉള്ളൂ. ആ സമയത്താണ് ഒരു 1500 രൂപ സാധനങ്ങൾ ഓരോ വീടുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ വിചാരം എന്താണ്, ഇത് വെറുതെ കിട്ടണം, അവിടെ വലിയ വിലയൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചാണ്, ദീപേ ഭർത്താവ് ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് സ്വർണം കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ല, ആൾക്ക് അത്ര അധികം ശമ്പളമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആൾക്ക് അന്ന് അത്ര സാലറി ഒന്നുമില്ല, ഒരു ഇൻറ്റീരിയറിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ആദ്യം. അത് അന്നൊന്നും അത്രയും സാലറി, പിന്നെ കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേച്ചി ചോദിക്കുന്നത്, ഗൾഫിലൊക്കെ സ്വർണ്ണത്തിന് വില കുറവല്ലേന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു 2 രൂപ 50 പൈസ ഉള്ളൂ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആൾക്കാരുടെ ധാരണ മുഴുവനും കുറേ ആൾക്കാരുടെ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വലിയ വിലയില്ല, അവിടെ കിട്ടുന്ന സാധനങ്ങൾക്ക് വലിയ വിലയില്ല എന്നുള്ളൊരു ധാരണയിലാണ്. നമ്മളിവിടത്തേക്കാളും ഇവിടത്തേക്കാളും പൈസ കൂടുതലാണ് അവിടെ. പക്ഷേ അവിടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വിലക്കുറവ് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലത്തെ 23 രൂപ ദുബായിലെ ദിർഹം ഇപ്പോഴത്തെ 23 രൂപ. അപ്പോൾ അവിടെ ഒരു നമ്മുടെ നാട്ടിലൊരു 1000 രൂപയുടെ സാധനം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ദിർഹം വന്നു? 100, മാക്സിമം ഒരു 100 ഒരു അത് പോട്ടെ, ഒരു 85 ഇതിൻ്റെ ദൃഹത്തിൻ്റെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇവിടെ എത്ര രൂപ അത്രയല്ലേ വരുള്ളൂ. അപ്പോൾ എല്ലാവരും അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, 85 രൂപയല്ലേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് മാറി. ഞാൻ പറയേണ്ട തന്നെ പ്രവാസികൾക്കറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ കെട്ടി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം ചുവന്ന് വലിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണം. ഇപ്പം 3-4 പ്രാവശ്യം പോയിട്ടുള്ള സ്ഥിതിക്ക് എനിക്കറിയാം, നമ്മൾ ഈ ലഗേജ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് ഇവർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആൾക്കാരെ വായിലിരിക്കുന്ന വർത്താനം കേൾക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ കുപ്പി കൊണ്ടുവന്ന കഥ പറഞ്ഞല്ലോ, കുപ്പി കൊണ്ടുവന്നിട്ട് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, നീ കൊണ്ടുവന്ന ആ സാധനമില്ലേ, ഒരു ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ, കൊള്ളൂലായിരുന്നു. അത് കൊള്ളൂലാത്ത സാധനമല്ല എന്ന് ഞങ്ങൾക്കും അറിയാം,